അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഈ മാസം 11 മാറ്റിയെന്ന വാർത്ത ഇന്നലെ പുറത്തുവന്നിരുന്നു. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സംഘം ബഹിരാകാശത്തേക്ക് പറന്നുയരുക. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ വീണ്ടും ബഹിരാകാശത്ത് എത്തുക. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. പറയൂ വിവരങ്ങൾ. അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണത്, അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. സ്മിതയ്ക്ക് അറിയാമോ, ഈ ക്രിസ്റ്റിനയ്ക്ക് ഏറെ ആഗ്രഹമുള്ളതാണ് ബഹിരാകാശത്തേക്കൊന്ന് സഞ്ചരിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ഇന്ത്യക്കാരനിലൂടെ ഇത് നമുക്ക് സാധ്യമാവുകയാണ്. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിരിക്കും ജൂൺ 10 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നടക്കുക. 4 പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുവാനുള്ള ഈ തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയായിരിക്കും അടുത്തയാഴ്ച നടക്കുന്ന ആക്സിയം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റും മിഷൻ കമാൻഡറുടെ സെക്കൻഡ് ഇൻ കമാൻഡറായിട്ടായിരിക്കും അദ്ദേഹം സേവനമനുഷ്ഠിക്കുക. ഈ പൈലറ്റിന്റെ പങ്ക് വളരെ നിർണായകമാണെന്നാണ് ബഹിരാകാശ വിദഗ്ധർ പറയുന്നത്. അതായത് വിക്ഷേപണം, ഡോക്കിംഗ്, അൺഡോക്കിംഗ്, അതുപോലെ ഈ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ്, ഇവയ്ക്കെല്ലാം ഈ ബഹിരാകാശ പേടക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ഈ പൈലറ്റിന്റെ ചുമതലയിലായിരിക്കും. അദ്ദേഹത്തെ കൂടാതെ 3 പേർ കൂടെ ഈ സംഘത്തിലുണ്ടായിരിക്കും. അതുപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരനും ശുഭാംശു ശുക്ലയായിരിക്കും. ജൂൺ 10 പ്രാദേശിക സമയം 8:22 ആയിരിക്കും ഈ ദൗത്യം ആരംഭിക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതായത് ഇന്ത്യയിൽ അപ്പോൾ വൈകുന്നേരം 5:52 ആയിരിക്കും. സ്പേസ് എക്സും നാസയും സംയുക്തമായിട്ടാണ് ഈ സ്വകാര്യ ബഹിരാകാശ ദൗത്യം നടത്തുക. 1984 ബഹിരാകാശത്ത് 8 ദിവസം ചെലവഴിച്ച രാകേഷ് ശർമ്മയായിരുന്നു ആദ്യമായി ഒരു സ്പേസ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച ഇന്ത്യൻ പൗരൻ. അതേസമയം കൽപ്പന ചൗളയും സുനിത വില്യംസും ഉൾപ്പെടെ 7 ഇന്ത്യൻ വംശജർ ഇതുവരെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സ്മിത, ക്രിസ്റ്റീന. യെസ്, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഒരാഴ്ച കൂടിയുള്ളൂ, കഷ്ടിച്ചൊരാഴ്ച കൂടിയുള്ളൂ അഭിമാനകരമായ ആ ചരിത്ര ദൗത്യത്തിലേക്ക്.